അടുത്തതായി രാശിചക്രത്തിലെ 9ാമത്തെ രാശിയായ ധനുരാശിയിലേക്ക് പോകാം. മൂലം, പൂരാടം, ഉത്രാടം കാൽ ഉൾപ്പെടുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശിയിൽ വരുന്നത്. ധനുരാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് 7-ൽ വ്യാഴം, 4-ൽ ശനി, 3-ൽ രാഹു, ഇതാണ് ഇവരുടെ സ്ഥായിയായിട്ട് കുറച്ച് നാൾ നിൽക്കുന്ന ഗ്രഹങ്ങൾ. ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ ഒരു മാസമൊക്കെ വരുമ്പോൾ ഇങ്ങനെ മാറി മാറി പോകുന്നതാണല്ലോ. അപ്പോൾ അവരുടെ ഫലം നമുക്ക് പറയേണ്ട കാര്യമില്ല ഇതിൽ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ 4-ലെ ശനി എന്ന് വെച്ചാൽ കണ്ടക ശനിയാണ്. ഈ കണ്ടക ശനിക്ക് വളരെ ദൂഷ്യങ്ങളുള്ളതാണ്. കണ്ടക ശനിയിൽ ഇവർ വീഴാണ്ടൊക്കെ നോക്കണം, കണ്ടകനിൽ തെണ്ടണം, ഞൊണ്ടി നടക്കണം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുള്ളത് കാരണം വീഴ്ച വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. അതുമല്ല ഇവർ ഈ 4-ലെ ശനി തന്നെ ഇവരുടെ 10ലേക്ക് നോക്കുന്നുണ്ട്. ധനുവിൻ്റെ 10ാം രാശിയായ കന്നിയിലേക്ക് നോക്കുന്നുണ്ട്. 10 എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥാനാണ്. അപ്പോൾ ഈ ശനി എല്ലാത്തിനും മടിയുണ്ടാക്കുന്ന കാരണം ഉദ്യോഗത്തിന് പോകാൻ ഒരു മടി, ജോലിക്ക് പോകാൻ മടി, അങ്ങനെയൊക്കെ ഒരു അലസത ഇവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇവർ നോക്കി വേണം ഇരിക്കാനായിട്ട്. പിന്നെ 3-ലെ രാഹു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 3 എന്ന് വെച്ചാൽ സൗഹൃദ സ്ഥാനങ്ങളാണ്. ഈ കൂട്ടുകെട്ടുകൾ, ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ആകെ ഗുണം ചെയ്യുന്ന വെച്ചാൽ 7-ൽ നിൽക്കുന്ന വ്യാഴം. 7-ൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് ഇത്രയും നാളും കോമ്പൻസേറ്റ് ചെയ്തിരുന്നത്, എല്ലാ ദൂഷ്യഫലങ്ങളും കോമ്പൻസേറ്റ് ചെയ്തിരുന്നത് 7-ൽ നിൽക്കുന്ന വ്യാഴമാണ്. ഈ വ്യാഴം ജൂണോടുകൂടി 8-ലേക്ക് വരും, അഷ്ടമത്തിലേക്ക് വരും. അഷ്ടമത്തിലേക്ക് വരുമ്പോൾ ഇവർക്കൊന്നും കൂടി ഇത്തിരി കഷ്ടം പിടിച്ചൊരവസ്ഥയിലേക്ക്. കാര്യം ഉച്ചനാണെങ്കിലും അഷ്ടമത്തിൽ പോയി മറഞ്ഞുവല്ലോ. അപ്പോൾ യാതൊരു ഫലവും കിട്ടാൻ ഇവർക്ക് ചാൻസ് ഇല്ല. വ്യാഴത്തിൻ്റേതായുള്ള ഗുണങ്ങൾ കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ ഈ 7-ൽ നിന്ന് ഇതിൻ്റെ ഗുണങ്ങളുടെ ഒരു പെട്ടെന്നൊരു മാറ്റം എന്ന് വെച്ചാൽ മെയ് മാസം മുതൽ ഇതിൻ്റെയൊക്കെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോൾ ആ ദൂഷ്യഫലങ്ങൾ കുറയുവാനായിട്ട് ഇവർ വേണ്ട വിധത്തിൽ ഓം നമോ നാരായണായ എന്ന് ചൊല്ലുക. അല്ലെങ്കിൽ അതേപോലെ തന്നെ ശനിയുടെ ദൂഷ്യഫലങ്ങൾ മാറ്റുന്നതിനായിട്ട് നമശിവായ ചൊല്ലുക. ഓം ഹ്രീം നമശിവായ, അല്ലെങ്കിൽ ഓം നമശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതായിരിക്കും. രാഹു ഡിസംബറോടുകൂടി ഇവർക്ക് 2-ലേക്ക് വരും. 2 എന്ന് പറയുന്നത് വാക്സ്ഥാനമാണ്. ഈ വാക്സ്ഥാനത്തിലേക്ക് രാഹു വരുമ്പോൾ സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ വളരെ ചീത്ത വാക്കുകൾ വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. വായിന്ന് അസത്യവാദി കപടീച രാഹു എന്നൊരു ചൊല്ലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോയി തലയിട്ടിട്ട് കളവ് പറയേണ്ടതായിട്ടൊരു അവസരങ്ങൾ ഇവർക്ക് വരാം. അപ്പം അതൊക്കെ നോക്കിയിരിക്കുക. അപ്പം ഇതിനൊക്കെ ആയിട്ട് ഇവർ സർപ്പങ്ങളെ നല്ലവണ്ണം ആരാധിക്കേണ്ടതാണ്. സർപ്പസങ്കേതങ്ങളിൽ പോവുക, നല്ലവണ്ണം പ്രാർത്ഥിക്കുക. നാഗരാജാവ് നാഗേക്ഷിയോടൊക്കെ നല്ലവണ്ണം പ്രാർത്ഥിച്ച് യഥാശക്തി, എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്നേ ഞാൻ പറയാറുള്ളൂ. അതുപോലെ തന്നെ നമശിവായ ചൊല്ലുക, ഓം നമോ നാരായണായ ചൊല്ലുക. ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ ഇപ്പം നിൽക്കുന്നതായിട്ടുള്ള ഈ വ്യാഴം ഇവർക്ക് ഗുണകരമാണ്. കാരണം 11ലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നുണ്ട്. 5ലേക്കുള്ള ദൃഷ്ടി ഇവരുടെ ധനുരാശിയുടെ 11ാം രാശിയിലാണ്. അപ്പോൾ ഈ സമയത്തുള്ളതായിട്ടുള്ള ഗുണങ്ങളൊക്കെ പെട്ടെന്ന് നിൽക്കുന്ന മാതിരി പതുക്കെ ജൂണോടുകൂടി നിന്ന് തുടങ്ങും. അപ്പോൾ അത് നമ്മൾ മുന്നിൽ കണ്ടിരിക്കുക. എന്നും ഒരുപോലെ ഇരിക്കില്ല. ജീവിതമാണ് മാറി മാറി വന്നുകൊണ്ടിരിക്കും. നമുക്ക് നല്ല സുഖദുഃഖ സമ്മിശ്രമായൊരു ജീവിതം. അപ്പം ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗുണദോഷ സമ്മിശ്രമായൊരു വർഷമാണ് ഇനി വരാൻ പോകുന്നത്. അടുത്തതായി രാശിചക്രത്തിലെ 10ാമത്തെ രാശിയായ മകരം രാശിയിലേക്ക് പോകാം. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തെ അരചേരുന്ന 2.25 നക്ഷത്രമാണ് മകരം രാശിയിൽ വരുന്നത്. മകരം രാശിക്കാരെ പറ്റി പറയുകയാണ്. അവർക്ക് 2-ൽ രാഹു സഞ്ചരിക്കുന്നുണ്ട്. പിന്നെ 3-ൽ ശനിയുണ്ട്. വ്യാഴം ആണെങ്കിൽ 6-ൽ മറഞ്ഞു നിൽക്കുവാണ് ഇപ്പം. അപ്പം ഇതാണ് ഇവരുടെ ഫലങ്ങൾ സ്ഥായിയായിട്ട് നമുക്ക് പറയാൻ പറ്റിയ 3 ഗ്രഹങ്ങൾ. ഇപ്പം ഇതിന് വേറൊരു ഗുണം ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 7.5 ശനി കാലം കഴിഞ്ഞിട്ട് ചന്ദ്രൻ 3-ലേക്ക് ശനി വന്നിരിക്കുന്ന സമയമാണ്. 3-ലെ ശനി മുടിചൂടി വാഴുന്നതാണ് കണിയന്മാരുടെയൊക്കെ ഒരു ഭാഷ്യമല്ല, ഏകദേശം അനുഭവസ്ഥരും പറയണത്. അത് കഴിഞ്ഞ് ഒരു നല്ല സമയമാണ്. 2.5 വർഷക്കാലം ഇവർക്ക് ശനി എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കും. കാരണം 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ശനി 3-ലേക്ക് വരുന്നത്. ചന്ദ്രൻ 3-ലേക്ക് വരുന്നത് 30 വർഷങ്ങൾക്ക് ശേഷം. 2.5 വർഷം വെച്ച് ഓരോ 12 രാശികളും കഴിഞ്ഞ് 30ാമത്തെ വർഷമാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇനി ഒരു 30 വർഷം കഴിയുമ്പോഴേക്കും ഇവർക്ക് ഇനി 3-ലെ ശനി വരാൻ പോകുന്നത്. അപ്പം 3-ലെ ശനിയുടേതായിട്ടുള്ള സകല സൗഭാഗ്യമാണ്. 7.5 ശനിയിൽ ഇവർ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും ശനിദേവൻ തന്നെ തീർത്തിട്ട് നല്ലൊരു സമയമാണ് ഇപ്പോൾ ഇവർക്ക് നടക്കുന്നത്. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ 6-ലെ വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൂഷ്യം. 6-ലെ വ്യാഴം എന്ന് വെച്ചാൽ 6-ലെ വ്യാഴം നമുക്കറിയാം ജൂണോടുകൂടി അത് 7-ലേക്ക് വരും. 7-ൽ
7ലേക്ക് വരുമ്പോൾ ഈ മകരം രാശിയിലേക്ക് നേരെ നോക്കുന്നുണ്ട്. മകരം അതിൻ്റെ നീചരാശിയാണ്. എന്നാലും വ്യാഴം ഉച്ചരാശിയിൽ നോക്കുമ്പോൾ മകരത്തിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ ഈ മകരം രാശിക്കാർക്ക് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം വ്യാഴം അതിൻ്റേതായിട്ടുള്ള ഉച്ചരാശിയിൽ നോക്കുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ മകരം രാശിക്കാർക്ക് കൊടുക്കും. അതിൻ്റെ ഒപ്പം 3ലെ ശനിയും കൂടി ആയത് കാരണം വളരെ നല്ലൊരു കാലമാണ് മകരം രാശിക്കാരെ പറ്റി പറയാനുള്ളത്. മകരം രാശിക്കാർക്കപ്പം ഈ 2ൽ നിൽക്കുന്ന രാഹു മാത്രമേ ഇത്തിരി കുഴപ്പങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കുകയുള്ളൂ. അവരുടെ വാക്കുകൾ അവർ നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ഇവർക്ക് ഉണ്ടായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരിക, വേണ്ടാത്ത വർത്തമാനങ്ങൾ, ചീത്ത വാക്കുകൾ വായിന്ന് വരിക, ഇതൊക്കെ ഇവർക്ക് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളിപ്പോൾ ഉള്ളൂ. അപ്പോൾ ഈ 3ലെ ശനിയും അതുപോലെ തന്നെ 6ലെ വ്യാഴമുണ്ടെങ്കിലും ഈ 3ലെ ശനിയുടെ ഗുണഫലങ്ങളുള്ളത് കാരണം 6ലെ ശനി 6 മറിഞ്ഞിരിക്കുന്നവരെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ 7ലേക്ക് ശനി മാറുന്ന മെയ് ജൂണോടുകൂടി ഇവർക്ക് വളരെ നല്ലൊരു സ്ഥിതിയിലേക്ക്, ഇപ്പോൾ ഉള്ളതിലും നല്ലൊരു സ്ഥിതിയിലേക്ക് ഇവർ വരാവുന്നതാണ് മകരം രാശിക്കാർ. അപ്പോൾ മകരം രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് വളരെ നല്ലൊരു കാലമാണ് ഇനി വരാനിരിക്കുന്നത്. ഈ 1-2 വർഷം ഇനി അവർക്ക് വളരെ നല്ലതാണ്. ഈ 7ലെ ശനി അഷ്ടമത്തിലേക്ക് പോകും അടുത്ത വർഷം. അത് അടുത്ത വർഷമല്ലേ. എന്നാലും ഒരു വർഷം 26-27 മധ്യം വരെ മകരം രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ് വന്നിരിക്കുന്നത്. അടുത്തതായി രാശിചക്രത്തിലെ 11ാമത്തെ രാശിയായ കുംഭൻ രാശിയിലേക്ക് പോകാം. അവിട്ടത്തിലര, ചതയം, പൂരൂരിട്ടാതി, മുക്കാല് ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭൻ രാശിയിൽ വരുന്നത്. കുംഭൻ രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവർ 7ര ശനിയുടെ അവസാനത്തെ ഘട്ടത്തിലേക്ക് വരുന്നു. അവരുടെ ജന്മശനി കഴിഞ്ഞു. ജന്മശനി കഴിഞ്ഞിട്ട് 7ര ശനിയുടെ 2.5 വർഷം കൂടി കടക്കാനുള്ള ഇനി 2 വർഷം കൂടി അവർക്ക് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകും. എന്നാലും ജന്മശനിയുടെ അത്രയും കഷ്ടപ്പാടുകൾ ഈ 2ലെ ശനി അവർക്ക് കൊടുക്കില്ല എന്ന് കരുതാം നമുക്ക്. പിന്നെ ഇവർക്ക് ഗുണമായിട്ടുള്ളത് 5ൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. 5ൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട് നല്ലതാണ് എന്ന് പറയാമെങ്കിൽ ഇവർക്ക് സന്താനങ്ങളെ പറ്റി കുറച്ച് ദുരിതങ്ങളൊക്കെ ഉണ്ടാകാം. ചില സന്താനകാരകനായിട്ടുള്ള വ്യാഴമാണ് 5ലേക്ക് പോയത്. അപ്പോൾ കാരകസ്ഥാനത്ത് നിൽക്കുന്നത് അത്ര നല്ലതല്ല. അത് കാരണം സന്താന വിഷയത്തിൽ ഇവർക്ക് ഇത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ടായേക്കാം കുംഭൻ രാശിക്കാർക്ക്. പിന്നെ കുംഭൻ രാശിക്കാർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ജന്മത്തിലാണ് രാഹു നിൽക്കുന്നത്. ഈ ജന്മത്തിലെ രാഹു 12ലേക്ക് വരും. ഡിസംബറോട് 12ലേക്ക് വരും. അപ്പോൾ ജന്മത്തിലെ രാഹു മാത്രം നല്ലതല്ല. അപ്പോൾ ഇവർക്ക് സ്വതവേ സ്കിന്നിനായിട്ടുള്ളതായിട്ടുള്ള ചൊറിച്ചിൽ അങ്ങനെയുള്ളതായിട്ടുള്ള വല്ല അസുഖങ്ങളൊക്കെ വരാവുന്നതാണ്. രാഹുവിന് കൊടുക്കാൻ പറ്റിയ നല്ല സ്ഥാനത്താണ് ജാതകത്തിൽ രാഹുവെങ്കിൽ ഈ പറഞ്ഞതൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ ചാരവശാലുള്ള ഫലമാണല്ലോ പറയുന്നത്. ജാതകത്തിൽ നല്ല സ്ഥാനത്താണ് രാഹു നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതായിട്ടുള്ള ദൂഷ്യവശങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് നല്ല ഇതായിരിക്കും. അതുപോലെ തന്നെ 2ൽ നിൽക്കുന്ന ശനിയാണെങ്കിൽ ശനി കുജന്മാർ ഇവർ ഭയങ്കര രണ്ടുപേരും കൂടി ചേരുമ്പോൾ അഗ്നിമാരുത യോഗം വരും. 2 പറയുമ്പോൾ വാക്സ്ഥാനവും കൂടി ആയത് കാരണം ഇവരുടെ വാക്കുകൾ വളരെ കഠിനമായ വാക്കുകളെ ഇവർ പറയുള്ളൂ. കഠിനമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള വാക്കുകളായിരിക്കും ഇവരുടെ വായിൽ നിന്ന് വരിക ഈ കുംഭൻ രാശിക്കാർക്ക്. അപ്പോൾ 5ൽ വ്യാഴമുണ്ട്. 5ലെ വ്യാഴം 6ലേക്ക് മാറും. ജൂണിൽ 6ലേക്ക് മാറുമ്പോൾ വ്യാഴം മറയുകയാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങളില്ല ഇവർക്ക്. ശനി 2ലായത് കാരണം ശനിയുടെ നല്ല ഫലങ്ങളില്ല. ശനി നല്ല ഗ്രഹങ്ങളിൽ ഏറ്റവും നല്ല ഫലം കൊടുക്കാൻ പറ്റിയ ഗ്രഹമാണ് ശനി ഗ്രഹം. ഈ ശനി 2ൽ ഇവർ 7ര ശനിയുടെ അവസാനത്തെ ഭാഗം തരണം ചെയ്യേണ്ടത് കാരണം ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ടുകൾ ജന്മശനിയെക്കാട്ടിലും കുറച്ചുള്ള ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. ശനിദേവനെ പ്രീതിപ്പെടുത്താനായിട്ട് നമശിവായ ചൊല്ലുക, വിഷ്ണു പ്രീതിക്കായിട്ട് ഓം നമോ നാരായണായ ചൊല്ലുക. അടുത്തതായി രാശിചക്രത്തിലെ അവസാനത്തെ രാശിയായ മീനൻ രാശിയിലേക്ക് പോകാം. പൂരൂരിട്ടാതി കാല്, ഉത്തരട്ടാതി, രേവതി ഉൾപ്പെടുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശിയിൽപ്പെടുന്നത്. മീനൻ രാശിക്ക് ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ ആചാര്യൻ ആദ്യത്തെ ശ്ലോകം മത്സ്യവ് ഘടി നിർമ്മിതനം എന്ന് പറയുന്നത് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് മീനൻ രാശി 12ാമത്തെ രാശിയെ പറ്റിയാണ്. അപ്പോൾ 12ാമത്തെ രാശിക്ക് വളരെ പ്രാധാന്യം നമ്മൾ ജ്യോതിഷത്തിൽ കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ 12ാമത്തെ രാശിയായ മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ജന്മശനിയുടെ കാലമാണ്. വ്യാഴമാണെങ്കിൽ 4ലുണ്ട് വ്യാഴം, 12 രാഹുവുണ്ട്. ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ സ്ഥിതി. ഈ 4ലെ വ്യാഴം
ജൂണോടുകൂടി 5-ലേക്ക് വരും. അപ്പം 4-ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം 5-ലേക്ക് വരുമ്പോൾ ആ 5-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി മീനൻ രാശിയിലേക്ക് വരും. വിശേഷ ദൃഷ്ടി മീനൻ രാശിയിലേക്ക് വരുന്നത് കാരണം ജന്മശനിയുടേതായിട്ടുള്ള ആ ദുരിതങ്ങൾ ഒരു വർഷത്തേക്ക് വളരെ കുറവായിട്ട് ഇവർക്ക് അനുഭവപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ ശനി ജന്മശനിയാണ് എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്തിരി അവർക്ക് ദുരിതങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത്തിരി വല്ല അസുഖങ്ങളോ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകും. ജന്മശനി കൊല്ലിക്കുന്നൊക്കെയാണ് പറയുന്നത്. കൊല്ലിക്കുമ്പോൾ കൊള്ളിക്കുന്നൊക്കെ പറയും. അപ്പോൾ ബന്ധുജനങ്ങളുടെ ഒരു വേർപാട്, അതുപോലെ തന്നെ ഈ കൊല്ലിക്കുക എന്ന് വെച്ചാൽ നമ്മളെ കൊല്ലുന്നതല്ല, നമുക്ക് അതുപോലത്തെ ഒരു അനുഭവങ്ങൾ വെച്ചാൽ വേദനകളായിട്ടും. ഇപ്പം എല്ലാവർക്കും വേദനയാണല്ലോ, മരിക്കുന്ന പോലത്തെ വേദന എന്നൊക്കെ ആളുകൾ പറഞ്ഞ് വരാറുണ്ട്. എന്നുവെച്ചാൽ അതുപോലത്തെ വേദനാജനകമായിട്ടുള്ളൊരു ഇതായിരിക്കും. പക്ഷേ അതിന് ജൂണോടുകൂടി ഒരു വിരാമം വരും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ മീനൻ രാശിക്കാർക്ക് ഇപ്പം 4-ലാണ് വ്യാഴം നടക്കുന്നത്. ഈ 4-ൽ നടക്കുന്ന വ്യാഴം ജൂണോടുകൂടി 5-ലേക്ക് വരും. ഈ 5-ലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ 5 ഇവരുടെ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്, ചന്ദ്രൻ്റെ ക്ഷേത്രവും കൂടിയാണ്. അപ്പോൾ ഇവരുടെ ജന്മത്തിൽ നിൽക്കുന്നതായി ജന്മരാശി റെപ്രസെൻ്റ് ചെയ്യുന്നത് ചന്ദ്രനെ വെച്ചിട്ടില്ല. അപ്പോൾ ചന്ദ്രന് ആ വ്യാഴത്തിൻ്റെ വിശേഷ ദൃഷ്ടി ഈ മീനൻ രാശിയിലേക്ക് വരുന്നത് കാരണം വലിയ ദോഷങ്ങൾ ഒരു വർഷത്തേക്ക് ഉണ്ടാവാൻ പോകുന്നില്ല ഇവർക്ക്. ഒരു വർഷത്തേക്ക് വ്യാഴത്തിൻ്റെ ഗുണമുള്ളത് കാരണം ഇവർക്ക് വലിയ ദോഷം ഉണ്ടാവില്ല. പിന്നെ ഇവർക്ക് ജന്മശനി കഴിഞ്ഞിട്ട് 2.5 വർഷം കൂടി 7.5 ശനിയുടെ ബാക്കി 2.5 വർഷം കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കരുതി വേണം ഇരിക്കാനായിട്ട്. 7.5 ശനി കാലഘട്ടമാണ്. ഇപ്പം ജന്മശനിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ 2.5 വർഷം 2.5 അല്ല ഇനി 4.5 വർഷവും കൂടി ഇവർക്ക് ഈ 7.5 ശനിയുടെ ഉപദ്രവം ഉണ്ടാകും. അപ്പോൾ 7.5 ശനി കാലഘട്ടം ആയത് കാരണം അവർ നോക്കിയിരിക്കുക. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വ്യാഴം ഇപ്പം നോക്കുന്നത് കാരണം നമുക്ക് വ്യാഴത്തിൻ്റെ ഗുണം കിട്ടുന്നത്. ഇത് കഴിയുമ്പോൾ വ്യാഴം 6-ലേക്ക് പോയി മറയും. അപ്പോൾ പിന്നെ നമുക്ക് ഇത്തിരി ദുരിതം മാതിരിയൊക്കെ തോന്നും നമുക്ക്. എന്നാലും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഒരു വർഷമാണ് മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ വരുന്നത്.